75ാമത് റിപ്പബ്ലിക് ദിനാഘോഷങ്ങൾക്കൊരുങ്ങി രാജ്യം. പരേഡിന്റെ ഭാഗമായുള്ള ഫുൾ ഡ്രസ് റിഹേഴ്സൽ ഇന്നലെ ന്യൂഡൽഹിയിലെ കർത്തവ്യപഥിൽ നടന്നു. രാവിലെ 10:30 വിജയ് ചെക്കൌളിൽ നിന്ന് ആരംഭിച്ച പരേഡ് കർത്തവ്യപഥ്, സി ഹെക്സഗൺ, നേതാജി സുഭാഷ് ചന്ദ്രബോസിന്റെ പ്രതിമയുടെ റൌണ്ട് അബൌട്ട്, തിലക് മാർഗ് എന്നിവയിലൂടെ ചെങ്കോട്ടയിലേക്ക് കടന്നു. विजय चौक इति स्थलात् समारभ्य लालकिला अर्थात् रक्तदुर्गं यावत् सञ्चालितं गतः। ऐषमः गणतन्त्रदिवसावसरे महिला पदत्राणं वाद्यवृन्दं द्विचक्रिका समूहाः च केन्द्रीयमञ्चे भविष्यन्ति। एतानि समूहविशिष्टानि सीमासुरक्षाबलस्य, केन्द्रीय रिजर्वारक्षिबलस्य अथ केन्द्रीयसैन्यारक्षिबलस्य महिलाकर्मिणां सामूहिकशक्तिं प्रदर्शयन्ति इति। പരേഡിന്റെ സുഗമമായ നടത്തിപ്പിനായി ഡൽഹി പോലീസ് വിപുലമായ ട്രാഫിക് ക്രമീകരണങ്ങൾ ഒരുക്കിയിരുന്നു. അതേസമയം കർത്തവ്യപഥിൽ പരേഡിനായുള്ള കര, നാവിക, വ്യോമസേനകളുടെ ഒരുക്കങ്ങൾ പൂർത്തിയായി. വികസിത് ഭാരത്, നാരീശക്തി, ആത്മനിർഭരത എന്നിവയെ കേന്ദ്രീകരിച്ചായിരിക്കും ഈ വർഷത്തെ റിപ്പബ്ലിക് ദിന പരേഡ് എന്ന് ഇന്ത്യൻ കരസേന അറിയിച്ചു. പരേഡിൽ ഫ്രഞ്ച് പ്രസിഡന്റ് ഇമ്മാനുവൽ മാക്രോൺ മുഖ്യാതിഥിയാകും. 95 അംഗങ്ങളുള്ള ഫ്രഞ്ച് സംഘമാണ് റിപ്പബ്ലിക് ദിന പരേഡിൽ പങ്കെടുക്കുക. കഴിഞ്ഞ വർഷം ഫ്രാൻസിന്റെ ബാസ്റ്റിൽ ദിനാഘോഷത്തിൽ ഇന്ത്യ പങ്കെടുത്തിരുന്നു.